വിമാനം റാഞ്ചി കപ്പൽ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. പാകിസ്ഥാനിലാണ് നടന്നത്. ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ പാകിസ്ഥാൻ പട്ടാളക്കാർ പോകുന്ന ഒരു ട്രെയിൻ തട്ടിയെടുത്തു. വലിയ വാർത്തയായിരുന്നു. അവസാനം രക്തച്ചൊരിച്ചിലില്ല. രണ്ടു കൂട്ടർ ഭാഗത്തും ഒരുപാട് ആളുകൾ മരിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ സാർ? ഒരുപാട് കാലം എന്നെക്കാളൊക്കെ എത്രയോ ഇരട്ടിക്കാലം മാധ്യമപ്രവർത്തകനായിരുന്ന ആളാണ്. ഇത് ആദ്യത്തെ ട്രെയിൻ റാഞ്ചൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ 4 എണ്ണമേ ഉണ്ടായിട്ടുള്ളൂ. 4 സംഭവമേ. പാകിസ്ഥാനൊരു റെക്കോർഡായി അല്ലേ? എന്താന്ന് വെച്ചാൽ ട്രെയിൻ റാഞ്ചാൻ പറ്റില്ല സാധാരണഗതിയിൽ. റാഞ്ചി എങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ? മറ്റേത് വിമാനമാണല്ലോ. ഈ ട്രെയിൻ റാഞ്ചി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് തടയുകയൊക്കെ ചെയ്യാമല്ലോ. ഇത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പിടിച്ചു നിർത്താനേ പറ്റുള്ളൂ ട്രെയിൻ. പിന്നെ ഇതിന് പ്രവേശന ദ്വാരങ്ങൾ, എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഓരോ ബോഗിയിലും ഉണ്ട്. ആളുകൾക്ക് പോവാം. ഈ ബന്ദിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സൗകര്യമൊന്നുമല്ല. ഓരോ ബോഗിയിലും ഈ പറഞ്ഞ പോലെ ചാവേറുകളായ ആളുകളെയൊക്കെ പിടിച്ചു നിർത്തുകയൊക്കെ വേണം. ഇവർ ചെയ്ത ജാഫർ എക്സ്പ്രസിൽ അങ്ങനെ ചെയ്തത്. ഓരോ ബോഗിയിലും ചാവേറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റേ വഴിയൂടെ ഒരു ബോഗിയിൽ മിനിമം 4 വാതിലുണ്ടാവുമല്ലോ. 1975-ലും 77-ലും മറ്റേ നെതർലാൻഡ്സിലാണ് ഈ ട്രെയിൻ റാഞ്ചൽ നടന്നത്. അത് ഈ മുളൂക്കൻ തീവ്രവാദികൾ, മുളൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപശ്രേണിയാണ് ഈ മുളൂക്കൻ ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഡച്ചുകാരത് ഭരിച്ചിരുന്ന കാലത്ത്, ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന കാലത്ത് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു മുളുക്കൻ ദ്വീപിലുള്ളവർക്ക്. എന്നിട്ട് ഇവർ ഡച്ച് ആർമിയിലും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പ്ലേറ്റ് മാറ്റി, അവർ സ്വാതന്ത്ര്യമൊന്നും കൊടുത്തില്ല. അപ്പോൾ നെതർലൻഡ്സിൽ വന്നിട്ട് അവിടെയും ജോലിയിലുമൊക്കെ ഉണ്ടായിരുന്ന മുളൂക്കക്കാർ 1975-ലും 77-ലും ഓരോ ട്രെയിൻ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഏതാണ്ട് 1 മാസത്തോളം പോയിരുന്നു. 1 മാസത്തോളം ട്രെയിൻ തടഞ്ഞ് കസ്റ്റഡി വെച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2ഉം 3ഉം റാഞ്ചൽ. ഇനി നമുക്ക് ആദ്യത്തെ റാഞ്ചൽ ചൈനയിലായിരുന്നു. അന്ന് പീക്കിംഗ് എന്ന് വിളിച്ചിരുന്നത്. സുനിലിനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ ബെയ്ജിംഗ് ആയിരുന്നു. പീക്കിംഗ് ആണ്. അല്ല, ഞാൻ തുടങ്ങുമ്പോഴൊക്കെ പീക്കിംഗ് എന്നാണ്. അപ്പോൾ ഇത് 1923 മെയ് 6, 100 വർഷം കഴിഞ്ഞു. ആദ്യത്തെ ഷാങ്ഹായിൽ നിന്ന് ബെയ്ജിങ്ങിലേക്കുള്ള ട്രെയിൻ ആണ് റാഞ്ചി എടുത്തത്. അന്ന് റാഞ്ചി എടുത്തത് കാട്ടുകൊള്ളക്കാർ എന്നൊക്കെ പറയുന്ന ബൻഡിറ്റ്സ് എന്ന് പറയുമല്ലോ, കൊള്ളക്കാർ. അന്ന് മര്യാദയ്ക്ക് ചൈനയിൽ ഭരണമൊന്നുമില്ല. യുദ്ധപ്രഭുക്കന്മാർ ഓരോ പ്രദേശങ്ങളിലും ഭരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആണ് ആള് പിന്നെ ഉപജീവന മാർഗം എന്നുള്ളതിലൊക്കെയാണ് കൊള്ള ചെയ്ത് ചമ്പല് കൊള്ളക്കാരൊക്കെ ജീവിക്കുന്ന പോലെ അല്ലേ ഓരോ സംഘം അങ്ങനെ ജീവിക്കുകയാണ്. ധാരാളം വിദേശികൾ പീക്കിങ്ങിൽ ആ കാലത്ത് ഉണ്ട്. അപ്പോൾ വിദേശികളൊക്കെയാണ് ഈ ട്രെയിനിലൊക്കെ കൂടുതൽ യാത്ര ചെയ്യുന്നതൊക്കെ. അവരുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ കാണും. ധനികരായ ആളുകളൊക്കെയാണ് ആ കാലത്ത് ചൈനയിലേക്കൊക്കെ പോകുന്നത് തന്നെ. ഇതിൽ തന്നെ റോക്ക്ഫെല്ലറിൻ്റെ ഒരു ബന്ധു ഈ ട്രെയിനിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ അറിയാം. 300 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ചൈനയിൽ ഈ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നതിന് മുമ്പുള്ള ചൈനയാണ്. അതെ, 1923. അപ്പോൾ മിക്കവാറും വിദേശികളാണ് ആ 300 യാത്രക്കാരിൽ. ഇത് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഈ പാളെടുത്ത് മാറ്റിയിട്ട് ട്രെയിൻ പാളം തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവോ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് വെച്ചിട്ട് മറിഞ്ഞിട്ട് അങ്ങനെയാണ്. ഇത് ലക്ഷറി പീക്കിംഗ് എക്സ്പ്രസ്, ലക്ഷറി ട്രെയിൻ ആണ്. 37 ദിവസം ആണ് ഇത് റാഞ്ചി എടുത്ത്. ഈ ബന്ദികളെ മുഴുവൻ നടത്തിച്ചൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 37 ദിവസം അവർ നിന്നു. ഇവർ ചോദിച്ച ബന്ദി പണം അല്ലേ, റാൻസം, അത് മോചനദ്രവ്യം അത് കൊടുത്ത ശേഷമാണ് വിട്ടത്. $1.5 മില്യൺ ഇന്നത്തെ.
13 കോടി രൂപയോളം വരും നമ്മുടെ കറൻസി. അത്രയും കൊടുത്ത ശേഷമാണ് ഈ ബന്ദികളെ വിട്ടത്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വിജയകരമായ റാഞ്ചലായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ട്രെയിൻ റാഞ്ചൽ. അതിൽ ഈ ധനികരായിട്ടുണ്ടായിരുന്ന ആളുകളുടെ സാധനങ്ങൾ മുഴുവൻ ഇവർ കൊള്ള ചെയ്തു. ഈ ലിഞ്ചങ് ഔട്ട്റേജ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ ഹീബൈ പ്രവിശ്യ, ആ പ്രവിശ്യ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഹീബൈ പ്രവിശ്യയിലെ ലിഞ്ചങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ റാഞ്ചൽ നടന്നത്. അതുകൊണ്ടാണ് ലിഞ്ചങ് ഔട്ട്റേജ് എന്നറിയപ്പെടുന്നത്. ഇത് എൻജിൻ ഡ്രൈവർ കുറച്ച് സംശയാസ്പദ കഥാപാത്രങ്ങളെ ഇരുട്ടിൽ കണ്ടിരുന്നു. എന്തോ കുഴപ്പം സംഭവിക്കുകയാണെന്നുള്ള തോന്നൽ അയാൾക്ക് ഉണ്ടായിരുന്നു. ട്രാക്കിൻ്റെ അപ്പുറത്തുമൊക്കെ പല ആളുകളുടെ പെരുമാറ്റമൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഒളിച്ചിരിക്കുന്നതുമൊക്കെ കണ്ടിരുന്നു. അത് കാണുകയും പെട്ടെന്ന് ഈ പാളം ഇല്ലാതാവുകയും ചെയ്തു. മുമ്പിൽ പാളം എടുത്ത് മാറ്റിയിരുന്നു. അങ്ങനെ റെയിലുകൾ ഇല്ലാതായ സ്ഥലത്ത് വെച്ചിട്ട് ഈ ട്രെയിനിൻ്റെ അട്ടിമറി നടന്നു. ഇത് ഡീറെയിൽ ചെയ്തു. പാളം തെറ്റിപ്പോയി. ട്രെയിനിൻ്റെ എൻജിൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു, സ്ലിപ്പ് ചെയ്ത് പോയി. അപ്പോൾ ജെയിംസ് സിമ്മർമാൻ്റെ പിക്കിംഗ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഈ റാഞ്ചലിനെ പറ്റി. അതിലിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1ാം ക്ലാസ് 2ാം ക്ലാസ് യാത്രക്കാരെ മുഴുവൻ കൊള്ള ചെയ്തു. ഇറ്റലിക്കാരനായ ഒരു അഭിഭാഷകൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അയാൾ ഷാങ്ഹായിലെ ഓപ്പിയം കമ്പൈൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളായിരുന്നു. കറുപ്പ് കുത്തകാവകാശമുള്ള കമ്പനിയായിരുന്നു അത്. റൊമാനിയയിൽ നിന്നുള്ളൊരു കാറ് കച്ചവടക്കാരൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അമേരിക്കൻ ബിസിനസ്സുകാരൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഭാര്യ സഹോദരി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷ് റൊമാനിയൻ യാത്രക്കാരനായ ഒരാളെ ഇവർ വെടിവെച്ച് കൊന്നു. പക്ഷെ വെടിവെച്ച് കൊന്നിട്ട് ഇയാളുടെ ശരീരം അവർ പരിശോധിക്കാനൊന്നും തുനിഞ്ഞില്ല. ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടോ, കീശയിൽ എന്തെങ്കിലും ഉണ്ടോ. കാരണം ശവത്തിൽ ചവിട്ടി നടക്കില്ല എന്നൊരു ആചാരമോ അനാചാരമോ ഇവർക്കുണ്ടായിരുന്നു. ശവത്തിൽ ചവിട്ടുകയോ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് ആ കൊല്ലപ്പെട്ട യാത്രക്കാരനെ ഇവർ പരിശോധിച്ചില്ല എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ബാഗ് പരിശോധിച്ചില്ല. ക്യാഷ് ഉണ്ടോ, ആയുധമുണ്ടോ അയാൾക്ക് എന്നൊന്നും പരിശോധിക്കാൻ ആ ജഡം അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു അവർ. 28 വിദേശികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നിശാവസ്ത്രങ്ങളിലായിരുന്നു അവർ. 70 ചൈനക്കാരുണ്ടായിരുന്നു. ഈ യാത്രക്കാർ മുഴുവൻ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്യിച്ച് ആണ് കൊണ്ടുപോയത്. അന്നത്തെ ചൈനയിൽ വിദേശികൾക്ക് പല അവകാശങ്ങളും പ്രിവിലേജസ് ഉണ്ടായിരുന്നു. ഈ മറ്റ് യുദ്ധപ്രഭുക്കൾ ഭരിച്ചിരുന്നതുകൊണ്ട് 1916 യുവാൻ ഷിഖാജ് എന്നൊരു പ്രസിഡൻ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ലീ യുവാങ് തോങ് ആയിരുന്നു പ്രസിഡൻറ്റ്. ഷാൻഡോങ് ഓട്ടോണമസ് ആർമി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മോചിപ്പിക്കാനുള്ള ഒരു പട്ടാളം, അതിൽപ്പെട്ട ആളുകളാണ് ഈ കൊള്ളക്കാരായിട്ട് ഇത് റാഞ്ചിയത്. അന്ന് യുദ്ധപ്രഭുക്കളിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയൊരു സേനയായിരുന്നു അത്, നാട്ടുകാരെ രക്ഷിക്കാൻ. പക്ഷെ പിന്നീട് ഈ ജെയിംസ് സിമ്മർമാൻ ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ മാർഗമില്ല, ഞങ്ങൾ കൊള്ളക്കാരായി എന്ന് പറഞ്ഞതായിട്ട് അതിൽ എഴുതുന്നുണ്ട്. അത് റിപ്പബ്ലിക്കൻ ചൈന എന്ന് പറഞ്ഞ് ഫിൽ ബില്ലിങ്സിൽ എഴുതിയ പുസ്തകത്തിലും പറയുന്നുണ്ട്. മലയിലേക്ക് മാർച്ച് ചെയ്ത് ഈ പറഞ്ഞ പോലെ 37 ദിവസം അവിടെ കഴിഞ്ഞു. ഈ വിദേശികളുടെ ആക്രമണം, ട്രെയിൻ ആക്രമണമൊക്കെ. ഈ സംഭവത്തിന് ശേഷം ചൈനയിലുടനീളം വിദേശികളെ ആക്രമിച്ചു പല ആളുകളും. അവർക്കൊരു ഇൻസ്പിറേഷനായി. ട്രെയിനുകളും ആക്രമിച്ചു. എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ ഇങ്ങനെ പാളം തെറ്റിക്കുക, റാഞ്ചുക അങ്ങനെയല്ല. ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറുക, ഇങ്ങനെ കൊള്ളയടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വാര്യൻ കുന്നൻ പണ്ട് ഈ തപാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിൻ ആക്രമിച്ചതായിട്ട് പുള്ളി മാപ്പിളയുള്ള വീരനാവുന്നതിന് മുമ്പ്. അപ്പോൾ ട്രെയിൻ ആക്രമണങ്ങളൊക്കെ എല്ലാ കാലത്തും ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ തന്നെ ഇല്ലേ, അങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ ചൈനയിൽ ധാരാളം ഉണ്ടായിരുന്നു.
ഇതിന് ശേഷം പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നു. അടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് രാജിവെച്ചു. അടുത്ത 4 വർഷം 9 പ്രസിഡന്റുമാരുണ്ടായി ചൈനയിൽ. 4 വർഷം കൊണ്ട് 9 പ്രസിഡന്റ്. ഒരു പ്രസിഡന്റ് മാത്രം 1 കൊല്ലം ഭരിച്ചു. 3 പേര് 1 മാസത്തിൽ താഴെയാണ് ഭരിച്ചത്. 3 പ്രസിഡന്റുമാർ ട്രെയിൻ റാഞ്ചൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ അസ്ഥിരത. അതെ. പിന്നീട് ഉള്ള 2 എണ്ണമായിരുന്നു ആ മുളൂക്കൻ മറ്റേ സേന നെതർലൻഡ്സിൽ നടത്തിയത് 1975-77. പിന്നെ 4ാമത്തതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് നടന്നത്. പക്ഷെ അത് ഭയങ്കര രക്തരൂക്ഷിതമായി പോയി, അതിഭീകരമായി പോയി. അത് ആക്രമണവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണവും എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് രക്ഷിക്കാനുള്ള ആക്രമണമോ, സാധാരണഗതിയിൽ ഇത് യാത്രക്കാരെ പട്ടാളക്കാരല്ലേ, അവരെ സുരക്ഷിതരായിട്ട് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ചെയ്യണം. തടവുകാരെ വിട്ടുകൊടുക്കാനല്ലേ അവരാവശ്യപ്പെട്ടത്. അതൊന്നും ചെയ്യാതെ പ്രാകൃതമായൊരു ആക്രമണമാണ് അതിൻ്റെ അകത്ത് ഈ പട്ടാളം നടത്തിയത്. പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. അല്ല, പട്ടാളക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാമെന്ന പട്ടാളക്കാരും കൊല്ലപ്പെട്ടു, ആ വണ്ടിയിലുണ്ടായിരുന്ന പട്ടാളക്കാരും. അതെ, അത് ഈ മിലിറ്ററിക്ക് വേണ്ടിയും പാരാമിലിറ്ററിക്ക് വേണ്ടിയും ISIക്ക് വേണ്ടിയും അതിലെ ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ ജാഫർ എക്സ്പ്രസ് ഓടുന്നത്. കാരണം ഈ ബലൂജ് മേഖലയിലുള്ള ആളുകളെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വണ്ടിയാണിത്. ഏതായാലും അതിൽ ഈ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും അവരുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കുള്ളൂ. ഇതെങ്ങനെ ഈ വിവരം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ആളുകൾ ഏതൊക്കെ വിഭാഗക്കാരാണെന്ന് നോക്കിയിട്ടാണല്ലോ കൈകാര്യം ചെയ്തത്. പഷ്തൂണാണോ ബലൂജാണോ എന്നൊക്കെ നോക്കിയിരുന്നു ഓരോരുത്തരും. പഞ്ചാബാണോ, പഞ്ചാബിൽ നിന്നൊക്കെ ആണെങ്കിൽ ഉടനെ വെട്ടി വെച്ച് കൊന്നിരിക്കും. പഞ്ചാബികളെ കണ്ടുകൂടാ അവർക്ക്, പാകിസ്ഥാനിലെ പഞ്ചാബ്. ഏതായാലും ട്രെയിൻ റാഞ്ചൽ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് നേരിട്ട് കാണാനും, പലരും കണ്ടു, ഇത് വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ടല്ലോ, പിന്നെ വായിച്ചറിയാനും പറ്റിയൊരു അവസരമാണ് പാകിസ്ഥാനിൽ നടന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനികളുടെ വിമോചന പോരാട്ടം തുടരുകയാണ്. ട്രെയിൻ ആക്രമണങ്ങൾ ഈ പറയുമ്പോൾ നമ്മുടെ അഭയാർത്ഥി ട്രെയിൻ, നമ്മുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ആക്രമണം നടന്നുണ്ട്. മറ്റേ ഗോദ്ര അത് തീവച്ച് കത്തിച്ചത്. അതെ, അങ്ങനത്തെ സംഗതികളൊക്കെ നടന്നുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.